ഹലോ കൂട്ടുകാരെ, നമുക്ക് നല്ല രുചിയേറിയ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. ശേഷം നമ്മളതെടുത്ത് നമ്മുടെ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ വീതം മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 2 ടീസ്പൂൺ മീറ്റ് മസാലയും ഒരു 3 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ശേഷം നമ്മളതിലേക്ക് ഒരു 2 കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു 5-6 വെളുത്തുള്ളിയും 2 പച്ചമുളക് ചതച്ചതും കൂടെ ഇട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റൗവിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് ചൂടാക്കണേ. ശേഷം തീ കുറച്ചിട്ട് നമ്മളൊരു 3-4 വിസിൽ വന്നതിന് ശേഷം നമ്മുടെ കുക്കർ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണേ. ഇപ്പോൾ നമ്മളൊരു പാനടുപ്പിൽ വെച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്കൊരു 3-4 സവോളയും 5-6 വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് ചെറു തീയിലിട്ട് ഒന്ന് നന്നായിട്ടും വഴറ്റിയെടുക്കണേ. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നതോടെ വരെ നന്നായിട്ടൊന്ന് വഴറ്റണേ. ശേഷം നമ്മൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മീറ്റ് മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമ്മുടെ മസാലയ്ക്കകത്തോട്ട് ഇടണം. ബീഫിനകത്ത് ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് വറ്റിച്ചിട്ട് വേണം ഇടാനേ. അപ്പോൾ നമ്മുടെ ബീഫ് നമ്മുടെ മസാലയ്ക്കകത്തോട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കണേ. ശേഷം നമ്മൾ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് ശേഷം 5 മിനിറ്റ് ഒന്ന് തീ കുറച്ചിട്ട് വേവിക്കണേ. ഇടയ്ക്ക് നമ്മളൊന്നെടുത്ത് ഇളക്കി കൊടുക്കണേ. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ടൊന്ന് മൂടി വയ്ക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമ്മൾ ഒന്നും കൂടെ എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് തീ കുറച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണേ. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.